إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ മറിയം 94-ാമത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു ലഖദ് അഹ്സാഹും അവരെ കണക്കാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കഠോരമായ അല്ലാഹുവിന് പുത്രനുണ്ട് എന്ന വാദം മുന്നോട്ട് വെച്ചുകൊണ്ട് ശിർക്കിലും കുഫറിലും വിഹരിക്കുന്നവരെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അവരെ ഒരു എണ്ണിക്കൊണ്ടിരിക്കുകയാണ് നാം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എണ്ണിക്കണക്കാക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുളെന്താണ്? അവരുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു രണ്ട് മലക്കുകൾ മുഖേന കൃത്യമായും അവരുടെ എല്ലാ തരത്തിലുള്ള നീതിയും അതുപോലെയുള്ള നീതിയുക്തമായ കാര്യങ്ങളും സത്യവും അസത്യവും എല്ലാം ഒരു കിതാബിൽ കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ആ രേഖ അല്ലാഹു സുബ്ഹാനഹു വ തആല വിചാരണയ്ക്ക് വേണ്ടി മഹ്ശറിലേക്ക് കൊണ്ടുവരും. ശേഷമല്ല പറയുന്നു, അവർ മുഴുവൻ പേരും യൗമൽ ഖിയാമത്തി ഖിയാമത്ത് നാളിൽ ഖിയാമത്ത് നാളിലേക്ക് അവർ വരും എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാളിലേക്ക് അവരെ കൊണ്ടുവരപ്പെടും. മലക്കുകൾ അവരെ ആനയിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് അവരെ കൊണ്ടുവരും മഹ്ശറാവൻ സഭയിലേക്ക്. ശേഷം അവരുടെ കിതാബുകൾ വിചാരണക്കെടുത്തുകൊണ്ട് അവരെ സ്വർഗത്തിലേക്ക്, സ്വർഗവാസികളാണെങ്കിൽ സ്വർഗത്തിലേക്കും നരകവാസികളാണെങ്കിൽ നരകത്തിലേക്കും അവരെ പറഞ്ഞേക്കുന്നതാണ്. കൃത്യമായ വിചാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്. അല്ലാഹു നീതിമാനായതുകൊണ്ട് യാതൊരു തരത്തിലുള്ള അനീതിയും അവരോട് പ്രവർത്തിക്കുന്നതല്ല. ഫർദൻ തനിച്ചായിരിക്കും അവർ വരുന്നത്, ഓരോരാളും ഒറ്റക്കൊറ്റയായിട്ടായിരിക്കും വരുന്നത് എന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഈ ദുനിയാവിൽ അവർ സംഘമായിട്ടാണ് കഴിയുന്നത്. ഒരു സംഘം മറ്റൊരു സംഘത്തെ പരസ്പരം സഹായിച്ചുകൊണ്ട്, ഒരാൾ പരസ്പരം മറ്റൊരാളെ സഹായിച്ചുകൊണ്ടും കൂട്ടുകൂടിക്കൊണ്ടുമാണ് അവരിത്തരം വിടലവാദങ്ങളും മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളും പറഞ്ഞു പരത്തുന്നതും അല്ലാഹുവിനെതിരെ ദുരാരോപണങ്ങൾ നടത്തുന്നതും. പക്ഷെ അന്നേ ദിവസം മഹ്ശറിൽ അവർ തനിച്ചായിരിക്കും. അവർക്ക് യാതൊരു ശുപാർശകനോ സഹായിയോ ഉണ്ടാകുകയില്ല, യാതൊരു തരത്തിൽ താങ്ങും തണലും ഉണ്ടാകുകയില്ല. ഓരോരാൾക്കാരും തനിയെ അല്ലാഹുവിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കൃത്യമായ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ പൊരുൾ. ഇത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.